പോസ്റ്റൽ വോട്ട് അനുവദിക്കണമെന്ന സർക്കാർ ജീവനക്കാരുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. വോട്ടെണ്ണലിന് മുൻപ് ഇനി വോട്ട് ചെയ്യാൻ കഴിയില്ല. പോസ്റ്റൽ വോട്ട് നിഷേധിച്ചതിന് എതിരായ ജീവനക്കാരുടെ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് വരുന്നത്. ബിനിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. അതിന്റെ അപ്ഡേറ്റ്. പ്രജീഷ, ഇനി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല. അതായത് പോസ്റ്റൽ വോട്ട് ചെയ്യാൻ അവസരം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ ജീവനക്കാർ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ഒരു ഇടക്കാല ഉത്തരവ് വന്നിരിക്കുന്നു. അവർ ഇപ്പോൾ മുന്നോട്ട് വെച്ച ആവശ്യം ഹൈക്കോടതി നിരാകരിച്ചിരിക്കുന്നു. അതായത് വോട്ടെണ്ണൽ ദിവസം രാവിലെ വരെ പോസ്റ്റൽ വോട്ട് ചെയ്യാനും അത് ബന്ധപ്പെട്ട വരണാധികാരിയെ ഏൽപ്പിക്കാനുമുള്ള നിയമപരമായ അവകാശമുണ്ട് എന്നതായിരുന്നു NGO അസോസിയേഷന്റെ അടക്കം NGO യൂണിയന്റെ അടക്കം ആവശ്യം. അവർ ആ ആവശ്യവുമായിട്ടാണ് ഹൈക്കോടതിയിലെത്തിയത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനെ ശക്തമായി എതിർക്കുകയാണ് ചെയ്തത്. അതായത് ഈ ജീവനക്കാർക്ക് വോട്ട് ചെയ്യുന്നതിന് പ്രത്യേക സംവിധാനമാണ് ഇത്തവണ ഏർപ്പെടുത്തിയത്. ആ സംവിധാനത്തിലൂടെ മാത്രമേ വോട്ട് രേഖപ്പെടുത്താൻ കഴിയൂ. ഈ ഒരു സംവിധാനം, അതായത് വോട്ടെണ്ണുന്ന ദിവസം വരെ വോട്ട് രേഖപ്പെടുത്താൻ അത് സർവീസ് വോട്ടർമാർക്ക് മാത്രമേ സാധ്യമാകുകയുള്ളൂ. ആ നിലപാടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയിൽ എടുത്തത്. ആ നിലപാടാണ് ഇപ്പോൾ ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുന്നത്. അതായത് ഇനി പോസ്റ്റൽ വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ടായിരിക്കില്ല. ആ കാര്യം കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി ഇതിൽ പരാതിയുള്ളവർക്ക്, അതായത് തങ്ങളുടെ വോട്ടവകാശം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പരാതിയുള്ളവർക്ക് ഇനി തെരഞ്ഞെടുപ്പ് ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കാം എന്നതാണ് ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ നിലപാട്. അതായത് ഇനി വോട്ട് എണ്ണലിന് ശേഷം ഇതിൽ പരാതിയുള്ളവർക്ക് കോടതിയിൽ ഇലക്ഷൻ പെറ്റീഷനുമായിട്ട് വരാം. ഇപ്പോൾ തന്നെ ഏതാണ്ട് 20,000-ലധികം ജീവനക്കാർക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ആ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവർക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇതാണ് ജീവനക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്ന ആക്ഷേപം. ആ ആക്ഷേപവുമായി ഇനി ജീവനക്കാർക്ക് മുന്നിലുള്ള നിയമപരമായ പോംവഴി എന്നത് വോട്ടെണ്ണലിന് ശേഷം അവർക്ക് ഹൈക്കോടതിയെ സമീപിക്കാമെന്നതാണ്. അങ്ങനെ സമീപിച്ചാൽ ഉണ്ടാകുന്ന കാര്യമെന്ന് പറയുന്നത് അത് വിശദമായി കോടതി പരിശോധിക്കും. അങ്ങനെ ഒരാളുടെ വോട്ടവകാശം നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ കോടതിക്ക് അതിൽ ഇടപെടാൻ കഴിയും. അപ്പോഴുമുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 1000 വോട്ടിന് ഒരു മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി ജയിച്ചു. അതിൽ കൂടുതൽ ആളുകൾ അവിടെ വോട്ട് ചെയ്യാൻ കഴിയാതെ പോയി എന്ന് വന്നാൽ മാത്രമേ അതിൽ ഇടപെടാനും കഴിയൂ എന്നതാണ് മറ്റൊരു വസ്തുത. എന്തായാലും ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയ തിരിച്ചടിയാണ് ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. അവർക്ക് ഇനി പോസ്റ്റൽ വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കില്ല.